തലവേദന ഉണ്ടോ, മൂഡ് സ്വിങ്സ് ഉണ്ടോ, പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തക്കടും ഒരാൾ ചിങ്ങടും. കുട്ടികളെ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ടുപോയത് ഇയാള് കട്ടുകൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ബോധമില്ലാത്ത പോലെ ഇഞ്ചക്ഷൻ കൊടുക്കാണ്. അപ്പൊ എന്താക്കണം, പുറത്തൊക്കെ പോവരുത് കേട്ടാ. മൊയ്സിനെ പുറത്തയക്കരുത്. അപ്പൊ മൊയ്സി കാര്യമില്ലല്ലോ, മൊയ്സിനോടും പറഞ്ഞു കൊടുക്കണം നീ ഏട്ടാ. മൊയ്ജ ഇവിടെ വാ. അപ്പൊ ആരെങ്കിലും വിളിച്ചാൽ പോവോ മൊയ്ജ? ബാക്ക് ടു മലബാർ മൊഞ്ചത്ത് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് കുഞ്ഞു കുഞ്ഞു വീഡിയോ മാത്രമാണ്. ഇന്ന് നല്ല തലവേദന ഉണ്ടോ, മൂഡ് സ്വിങ്സ് ഉണ്ടോ, പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ഉള്ളതിൽ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നാലെന്തെങ്കിലും കൊണ്ടുവരണം. നോക്ക്, ഇതാണ് സ്കൂളിൽ പോകുമ്പോൾ സ്കൂട്ടി വിടുന്നത്. അപ്പം പരിപാടി എന്താ വെച്ചാൽ അതൊന്ന് സ്കൂൾ കഴിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. ബാ 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 ബാ, ടൈമായി, ബാ പോ മൈജ, പോയി മൈജ, ബാ ബാ. വർക്കാണോ? ഓ, എന്ത് വർക്കാണിത്? ആടി 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 ഓടരുത്. അപ്പം ഞാൻ ഇന്ന് കുട്ടി നല്ല കുട്ടിയാണ്. അന്നേരം മൈജ അല്ല ഇപ്പോൾ തന്നെ ഉമ്മച്ചിന് ബബ്ലൂസ് ആരാ? രണ്ടാളും ബബ്ലൂസ്. ഇല്ലെങ്കിൽ ഒരാൾ തക്കടും ഒരാൾ ചിങ്ങടും. ബസ് വന്നിട്ടോ, എൻ്റെ കുട്ടികൾക്ക് ബസ് വന്നേ. ഇവിടെ നിൽക്കുന്നുണ്ട് ബസ്, കണ്ട. സൈഡാവും. ബസ് ബായട്ടാ. സ്കൂളിലാക്കി വന്നിട്ടോ. സ്കൂളിലാക്കി വരുന്നത് തന്നെ ഒരു ഉമ്മണ്ട്. ബിഗ് ഒരു വലിയ ടാസ്ക്കാണ്. ഒന്ന് സ്കൂളിലാക്കി വരാം. അപ്പോഴൊന്നവരെ ഭയങ്കര ടയർഡായിട്ടിരിക്കും ആ സമയത്ത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അവർ സ്കൂൾ വിട്ട് വന്ന സമയത്ത് അവരൊന്ന് ഹാൻഡിൽ ചെയ്തിട്ട് അവരൊന്ന് റെഡിയാക്കിയിട്ട് അവർക്കൊന്നെല്ലാം ശരിയാക്കി കൊടുക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. സ്കൂൾ പോകുമ്പോഴും സ്കൂൾ വിട്ട് വരുന്ന ആ സമയം ഫുള്ള് തിരക്കുന്ന നിമിഷങ്ങളായിരിക്കും. പിന്നെ പെട്ടെന്നല്ല വീട്ടിലേക്ക് വരാം. അത് വേണം ഇത് വേണം, അങ്ങനെ ഇങ്ങനെ ഫുഡ് കഴിക്കലും അത് ഇത് കുളിപ്പിക്കലെല്ലാം ആയിട്ട് ഭയങ്കര വലിയ ടാസ്ക്കാണ്. പിന്നെ അവർ സ്കൂൾ വിട്ടിട്ടൊരു 1 hour എല്ലാം കഴിഞ്ഞ ശേഷം ഒരു ലെവലിലേക്ക് എത്തും. പിന്നെ കളിയും ചിരിയൊക്കെ ആയിട്ടാണ്. നോമ്പിലാണെങ്കിൽ ഓയിലി ഫുഡൊന്നും അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കുട്ടികൾ ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യണേ വിടുന്നില്ല. എഗ് ഓംലെറ്റ് കൊടുക്കുന്നതാണ് ഇതെന്ന് കുട്ടികൾക്ക്. സോ എഗ് ഓംലെറ്റ് ഇവർക്ക് ഓഫ് പോയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കോ വലിയ സ്റ്റൈലായി എനിക്കൊരു അബദ്ധം പറ്റാറുണ്ട് കേട്ടോ. എനിക്ക് ഈ സ്റ്റൈലൊക്കെ പോവാണ്, അത് വലിയ സ്റ്റൈലാവും, കൊലമാവും സ്റ്റൈലൊക്കെ പോയിട്ട്. കുറച്ചുകൂടിയാണ് സോൾട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇവർക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. കുറച്ചിങ്ങനെ പെപ്പർ ക്രഷ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത സമയത്ത് നോർമൽ ഡേയിൽ, അതായത് ഈവനിങ് സ്കൂളിലെ ഡേയിൽ ഞാൻ രാവിലെ ഇവർക്ക് നാഷ്ട തന്നെ കൊടുക്കുള്ളൂ. സാറ്റർഡേ അത് കൊണ്ടുപോയി ഉച്ചയ്ക്ക് വരില്ല. അപ്പോൾ ഉച്ചത്തെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇതിലൊന്നൊക്കെ ന്യൂസ് നോക്കുന്നുണ്ട്. കുട്ടികളെ കട്ട് കൊണ്ടുപോകുന്നത്, കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നതൊക്കെ. ഇത് വീട്ടോട്ട് ഇതാക്കിയത് കേട്ടോ. കുട്ടികളെ കട്ട് കൊണ്ടുപോകുന്നത്, കുട്ടികളെ അങ്ങനെ ആക്കി എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഞാനിവരെ 6 വന്നാലും വാതിലെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണ്. സോ ഇപ്പോഴത്തെ ജനറേഷൻ പറയാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നവർ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ടൊന്നു. എനിക്ക് ദിയ ഫാത്തിമാൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, കിഡ്നാപ്പ് ആയത് കുട്ടി, ഇന്ന് വരെ വിവരമില്ലാത്തത്. ആ കുട്ടീന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ കൂടുതലായിട്ടാണ് മാംഗ്ലൂർ ന്യൂസ്. ഞാൻ 2-3 days ബിഫോറാണ് ഞാൻ ന്യൂസ് കാണുന്നത്. എവിടെ എന്താണ് അതിൻ്റെ പേര്, ഒരു പേരുണ്ട് നാട്ടിലത്തെ. ആ റോട്ടിലാണ് 2 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയത്. അവിടെ എനിക്ക് ന്യൂസ് ഞാനിങ്ങനെ കണ്ടിരുന്നു ഇഷ്ടമൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കാനൊക്കെയാണ് ന്യൂസ് തന്നിട്ടുണ്ടായത്. ആരെങ്കിലും വിളിച്ചാൽ പെട്ടെന്ന് ഓടി വരണം എന്നാണ് കുട്ടികളോട് പറയുന്നത്. കാരണം ഇവരാണെങ്കിൽ പറയാതെ തന്നെ എന്തെങ്കിലും ഷോപ്പിൽ പോവാം, സ്നാക്സ് വാങ്ങണമൊക്കെ പോകാമല്ലോ. അപ്പോൾ ഇവർ പോയിട്ടുണ്ടോ ഇല്ലെന്നില്ല. പിന്നെ വാതിൽ തുറന്നിട്ടുണ്ടാവും ചില സമയത്ത്. അത് ഇങ്ങനെ പറയും, ഇങ്ങനെയാണ് വീഡിയോയിലാണ് കാണിച്ചു കൊടുത്തത്. ഒരുപാട് വീഡിയോ വൈറലാവുന്നുണ്ടോ.
കാണിച്ചു കൊടുത്ത് കുട്ടികളോട് പറഞ്ഞ് ആര് വിളിച്ചാലും പോകരുത്, ഉമ്മച്ചും ഗ്രാൻഡ്മ വിളിച്ചാൽ മാത്രമാണ് പോകേണ്ടത്. പക്ഷെ അവർ ഞാൻ എവിടെയും പുറത്തേക്ക് വിടാറില്ല. അവർക്ക് എവിടെയെങ്കിലും പോകണമെന്നുള്ള ആഗ്രഹമില്ലെങ്കിൽ ഞാനും ഉമ്മ ആയിട്ട് തന്നെ അവരെ കൂട്ടി പോകില്ല, ബീച്ചിൽ അതൊക്കെ ഇതെന്നൊക്കെ. മറ്റേ വേറെ ഓരോ ആൾക്കാരോട് നമ്മൾ അയക്കാറില്ല കുട്ടികളെ. സോ നമ്മളോട് എത്ര മാത്രം ഉണ്ടാവും അത്രേ കയ്യിലുണ്ടാവും, അത്രേ ദിവസം നമ്മളെ കൂടെ സേഫാണ് കുട്ടികൾ. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് കേട്ടോ. ഫംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയാം നീ വന്നില്ല പ്രശ്നമില്ല, കുട്ടികളെ അയക്കി, ഇല്ലെങ്കിൽ കുട്ടികൾ അവരോട് അയക്കി ഇവരോട് അയക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളോട് അയക്കില്ല. ഞാൻ പോകുന്നെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഇല്ല. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. സെൽഫിഷായിട്ട് ചിന്തിച്ചൊന്നല്ല കേട്ടോ, നമ്മളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. കുട്ടികൾ ഉച്ചയ്ക്ക് വന്നിക്കണം, അവർക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ചാണ് ചിക്കൻ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് സാറ്റർഡേ ആയിക്കോളൂ. മഞ്ഞൾപ്പൊടി ഇട്ടു, സ്പീഡായിട്ട് ചെയ്യുന്ന കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു, ജസ്റ്റ് സാൾട്ട് ഒന്ന് ഇട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്. സാൾട്ട് ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആയിട്ട് കുക്കറിൽ പെട്ടെന്ന് തന്നെ 2 മിനിറ്റിൽ വേവും. പിന്നെ ഇതിലൊക്കെ ഒഗറിനൊക്കെ ഞാൻ ലാസ്റ്റാണ് ഇട്ടിടുന്നത്. ഒഗറിന് മീൻസ് ഓയിലൊക്കെ കുറച്ചിട്ടിട്ട് അതൊക്കെ ആക്കുന്നത് ലാസ്റ്റാണ്. ഒന്ന് പൊട്ടാറ്റൊക്കെ വെന്ത ശേഷം പിന്നെ മല്ലിയില നിർബന്ധമായിട്ട് എനിക്ക് വേണം കേട്ടോ. പിന്നെ ഇന്നലെ കുക്കിങ്ങിൻ്റെ സ്പോട്ട് കഴിഞ്ഞു. കുക്കിങ്ങിൻ്റെ സ്പോട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ വെള്ളം കുറഞ്ഞാലോന്ന് പറഞ്ഞ് 2 ഗ്ലാസ് ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ച് കൊടുക്കാം. എൻ്റെ മൊയ്സാണ് കേട്ടോ കൂടുതലായിട്ട് താഴെ കളിക്കുന്നത്. താഴെ എല്ലാം പുറത്ത് പോകുന്നത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, മൊയ്സ് ഇങ്ങനെയാണ് പ്രശ്നം. വീഡിയോ കാണിച്ചു കൊടുത്തട്ടോ, ഇങ്ങനെയാണ് പോയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരുപാട് വൈറലായ വീഡിയോക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഉമ്മച്ചി ഉണ്ടാവില്ല, ഉമ്മച്ചിനെ എന്താക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ കളിച്ചാൽ മതി എന്നാ. അപ്പോൾ നമുക്ക് ഈശോ ഇവിടെ വാ, ഇവിടെ വാ, ഉമ്മച്ചി പറയുന്ന കേക്ക് വാ, ഇവിടെ വാ പറയട്ടെ ഉമ്മച്ചി. ഇവിടെ വാ, 2 ആൾ നിൽക്കും ഇവിടെ നിൽക്ക്, 2 ആൾ നിൽക്ക്, ഞാൻ കാണിച്ചു തരാം. മൊയ്ച്ച് വാ നിൽക്ക്. ഇതെന്തറിയോ, ഇതല്ല, ഇതെന്തറിയോ, എന്താണത് പറയ, വാ ഇങ്ങോട്ട് വാ. എങ്ങനെ കൊടുക്കുന്നത് ഇഞ്ചക്ഷന്? എന്തിനാ കൊടുക്കുന്നേ? കുട്ടികളെ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ടുപോയത് ഇയാൾ കട്ടുകൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ബോധമില്ലാത്ത പോലെ ഇഞ്ചക്ഷൻ കൊടുക്കാണ്. അപ്പം എന്താക്കണം, പുറത്തൊക്കെ പോവരുത് കേട്ടാ. മൊയ്സിനെ പുറത്തയക്കരുത്. 6 വാതിൽ തൊട്ടാൽ വാതിലെടുക്കരുത് കേട്ടാ. ഉമ്മച്ചി പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി, ഓക്കെ? പിന്നെ ആരെങ്കിലും വിളിച്ചാലും ഉമ്മച്ചിനോട് വന്ന് പറയാം വിളിക്കുന്നുണ്ട് എന്ന്. നീ ആയിട്ട് വാതിലൊന്നും തുറക്കാൻ പോവരുത് കേട്ടാ. മൊയ്സിനോടും പറഞ്ഞു കൊടുക്കണം, ആരെ വിളിച്ചാലും പോവരുത്. സ്കൂളിലാണെങ്കിൽ അത്ര കേട്ടാ. സ്കൂൾ ബസ് ഉണ്ട്, നേരെ പോകണം, നേരെ വീട്ടിലേക്ക് വരണം. അപ്പൊ മൊയ്സി കാര്യമില്ലല്ലോ, മൊയ്സിനോടും പറഞ്ഞു കൊടുക്കണം നീ കേട്ടാ. നിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണിത്. മൊയ്ജ ഇവിടെ വാ. അപ്പൊ ആരെങ്കിലും വിളിച്ചാൽ പോവോ മൊയ്ജ? ഉമ്മച്ചല്ലാതെ ആരെങ്കിലും വിളിച്ചാൽ പോവോ? വാട്ടർ മെലോണല്ലോ നോമ്പ് തുറക്കുമ്പോ തിന്നാ പോരാ മൊയ്ജ? ഫുഡ് ഉണ്ടാക്കി തരാം. എന്ത് തിന്നി? ഫുഡൊന്നും തിന്നില്ലല്ലോ ഉമ്മച്ചി. ഫുഡ് ഉണ്ടാക്കാൻ വാട്ടർ മെലണൊന്നും ഇല്ല. നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് ബട്ടർ മിൽക്ക്. ബട്ടർ പേടിയാണ്, എല്ലാവർക്കും പേടിപ്പിച്ചിട്ടുണ്ട് സെഞ്ചിതായതിന്റെ ശേഷം. വെറുതെ എന്തിനല്ലേ റാണികളെ മര്യാദ എടുക്കുന്നത്? അങ്ങനെ എവിടെയെങ്കിലും ജീവിച്ചു പോട്ടെ. വേറെ പെണ്ണുങ്ങൾ വന്നിട്ട് വേറെ സീറ്റിലിരിക്കുമ്പോൾ പറഞ്ഞത്ര അവിടെ മുന്നോട്ട് സീറ്റുണ്ടല്ലോ അവിടെ പോയിട്ട് ഇരുന്നാൽ മതി എന്ന് വേറെ പെണ്ണുങ്ങളോട്.
അങ്ങനെയൊക്കെ സംഭവമാണ് ഇപ്പോൾ പേടിക്കുന്നത്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഫ്രീഡം കൊടുത്തിട്ടു അത് ഭയങ്കര വലിയ ഫ്രീഡമായി പോയി. മീൻസ് ആണിങ്ങളെ ജീവിതം കലയാനുള്ള ഫ്രീഡം ഇപ്പം കൊടുത്തിട്ട് വേണ്ടായിരുന്നു ഫ്രീഡം. മുമ്പത്തെ പോലെ തന്നെ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഫ്രീഡമേ മതിയായിരുന്നു. നന്നായി ഉണ്ണാണ് തിന്നാണ് കിട്ടുന്നുണ്ടായിരുന്നല്ലോ, അത് മതിയായിരുന്നു. കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു മൈൻഡ് അത് ഒരു ഭർത്താവായവർക്ക് വേണം. അപ്പോഴെങ്കിൽ ലൈഫ് അടിപൊളിയാണ്. ഓക്കെ, ഒരു പെണ്ണ് അധ്വാനിക്കാത്ത ആൾക്കാരില്ല. പെണ്ണ് അധ്വാനിച്ചാൽ അവളെ ഭർത്താവ് ഫാമിലി കുടുംബം മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടി, അതിനൊന്നും കുട്ടി പറഞ്ഞ കാര്യമില്ല. പക്ഷെ ഇപ്പോൾ ഫ്രീഡം അധികമായിട്ട് എന്തോ ആവുന്നു. ആണികൾ വരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് ക്രൈമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പം ഞാനിവിടെ ബട്ടർക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നോമ്പ് സമയത്ത് ആരും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്ത് ഞാൻ ചെറിയുള്ളില്ല കേട്ടോ, കുത്തിട്ടൊന്നുമില്ല, ഇട്ട് കൊടുത്ത്. രാവിലെ വരെ എൻ്റെ ഉമ്മയില്ലായിരുന്നു, കുഞ്ഞി പറയാൻ. ഇപ്പോൾ ഉമ്മ വന്നു. ഉമ്മാൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ മനസ്സിലായോ ഉമ്മ വന്നു എന്നുള്ളത്. ഇല്ല ഇല്ല, ഇനി ഇതിലേക്ക് ജിഞ്ചർ ആൻഡ് ഗാർലിക് എന്തോ ആഡ് ചെയ്യണം നോക്കുന്നു. ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇപ്പം എനിക്ക് ഇവിടെ വെച്ച് തരില്ല. അങ്ങനെയുണ്ട്. കുത്തിട്ടിടാൻ മടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ജിഞ്ചർ ആൻഡ് ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇടുന്നത്. പെട്ടെന്ന് പണിക്ക് വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില, മല്ലിച്ചപ്പിട്ടു. മല്ലിച്ചപ്പിട്ടത് കുറച്ച് വാടിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറി ഒന്ന് വെച്ചു. ഇത്ര ഉണ്ടല്ലോ, സിമ്പിൾ സംഭവം, സിമ്പിൾ. കറി ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ ആയില്ല. എൻ്റെ കുട്ടികളുടെ ഫേവറേറ്റ് എന്ന് പറയാം. ഇത് ബണ്ണ്, ചപ്പാത്തി, ചോറിനും സൂട്ടാവില്ല. അത് ആദ്യം തന്നെ പറയാം. ബണ്ണ്, ചപ്പാത്തി, പോറട്ട, അതിനൊക്കെ നല്ല സൂട്ടേബിളാണ് ഈ കറി. ചോറിന് അത്ര പിടിക്കില്ല, ഗീ റൈസിനും അത്ര പിടിക്കില്ല. ഗീ റൈസ് നമ്മൾ ഉള്ളി അതൊക്കെ തക്കാളിക്ക് വറുത്തിട്ട് ഉണ്ടാക്കില്ല, അതേ കറി പിടിക്കുള്ളൂ. പൊട്ടാറ്റോ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ കറിയൊക്കെ ഇത് ബണ്ണ് ബ്രെഡിന്, പിന്നെ ചപ്പാത്തിന്, പത്തിരി പിടിക്കും. ഓക്കെ, നമ്മളെ ചിക്കൻ കറി ഇപ്പോൾ റെഡിയായി. കണ്ടില്ലേ, നമ്മളെ നല്ല ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണമെങ്കിൽ നോമ്പ് തുറന്ന് കഴിയണം. ഉമ്മ ഉണ്ടാക്കി വെച്ച റാഗി മുദ്ദാണ് കേട്ടോ, റാഗി മുദ്ദുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറിയും റാഗി മുദ്ദാണ് നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ ശേഷം. ഓക്കെ, ഉമ്മ ഇപ്പോൾ ഹെൽത്തിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ റാഗി മുദ്ദ ടേസ്റ്റ് എന്താ അറിയില്ല, നല്ല സ്മൂത്ത് പോലെല്ലാം കാണുന്നുണ്ട്. രാവിലെ ഉണ്ടാക്കി വെച്ചിരിക്കണം. നമുക്ക് കഴിച്ച ശേഷം അറിയാം ഇതിൻ്റെ അവസ്ഥയ്ക്ക്. കുറച്ചാക്കിയിട്ടുള്ളൂ, ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ചാക്കിയത്. ഇതൊക്കെ തേങ്ങ ഇട്ടേ, തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല, പ്ലെയിൻ ആട്ടോ റാഗി മുദ്ദ. നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി, റാഗി മുദ്ദ ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കാം കേട്ടോ. ഉണ്ടാക്കുന്നത് കാണിക്കാം. ഈസിയിലാണ് മുദ്ദ ചെയ്തത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സൗണ്ട് കുറവുമ്മ. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും എൻ്റെ ഫാമിലിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇവിടെ ഇന്നത്തെ വീഡിയോസ് അവസാനിപ്പിക്കുന്നത്. ഇത് 4ത്തെ വീഡിയോ ആയി വീണ്ടും വരുമായിരിക്കും. അതുവരെ ബൈ.